മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 16-ാമത്തെ സെഷൻ. ഇതിനൊരു തലക്കെട്ട് കൊടുത്താൽ, ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും ഒരു തലക്കെട്ട് കൊടുത്താൽ, ഫൈൻഡിങ് റെസ്റ്റ് ഇൻ എ റെസ്റ്റ്ലെസ് വേൾഡ്. കർത്താവ് നമ്മളെ ക്ഷണിക്കുന്ന ഒരു വിശ്രമത്തിലേക്കാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ ഒരു ക്ഷണമാണ്. അതാണ് അതിൻ്റെ അവസാനത്തെ ഭാഗം. എന്നാൽ അതിന് മുമ്പ് ഒരുപാട് യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ പഠിക്കാനും അതുപോലെ തന്നെ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ഉണ്ട്. എന്നാൽ അവസാനം വന്ന് നിർത്തുന്നത് ഫൈൻഡിങ് റെസ്റ്റ് ഇൻ എ റെസ്റ്റ്ലെസ് വേൾഡ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, അല്ലേ, നമ്മൾ പരക്കം പായുന്നവരാണ്. ജോലി സംബന്ധിച്ച് കുടുംബം നടത്തുവാൻ വേണ്ടി ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഒരുപാട് നമ്മുടെ ചുമലിലേക്ക് നമുക്ക് വരുമ്പോൾ വി ഫീൽ ലൈക്ക് ഗിവിങ് അപ്പ്. ഇനി എന്തിനു വേണ്ടി നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വരും. എന്നാൽ ആ സന്ദർഭത്തിലാണ് കർത്താവ് പറയുന്നത്, എൻ്റെ നുകം, യു കം, എൻ്റെ അടുക്കലേക്ക് വാ എന്നുള്ളൊരു വലിയ ക്ഷണം കർത്താവ് നമുക്ക് തരികയാണ്. അതാണപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദോ ഇറ്റ് ഈസ് ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് മാത്യു ചാപ്റ്റർ 11. ഔട്ട്ലൈൻ്റെ ഭാഗം ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ എവിടെയാണെന്നുള്ളത്. നമ്മൾ ഗിരിപ്രഭാഷണം കഴിഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത രോഗസൗഖ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആഴ്ചകളിൽ. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു തൻ്റെ രാജ്യം പ്രസംഗിക്കുമ്പോൾ അതിന് നേരിടുന്ന പല പ്രതിസന്ധികളെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഉപമകളും ഈ വരുന്ന അധ്യായങ്ങളുണ്ട്. അതുകൊണ്ട് ഇറ്റ് വിൽ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് പോർഷൻ ഓഫ് മാത്യു ചാപ്റ്റർ 11. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചെന്നൈയിൽ പോയിരുന്നു. ഞങ്ങൾ 10 പേരാണ് പോയത്. നിങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം വളരെ ശക്തമായി നമ്മുടെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചു. ഉള്ളത് പറഞ്ഞാൽ എന്നെ ടീമെല്ലാം തിരിച്ച് ഞായറാഴ്ച രാത്രി വന്നു. എന്നെ അവർ മടങ്ങി വരാൻ അനുവദിച്ചില്ല. എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അവിടെ 2 ദിവസം അവിടെ യൗവനക്കാരെന്നെ നിർത്തി. അവരൊരുമിച്ച് കൂടി വന്ന് ഇനിയും ശിഷ്യത്വത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ വളരേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളും പ്രാർത്ഥനകളും. എൻ്റെ ട്രെയിൻ പിടിച്ചത് ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാനത് മിസ്സായിപ്പോയനെ. അവസാന നിമിഷം വരെ അവരെന്നെ വിടാതെ, പിന്നെ ട്രെയിനിൻ്റെ വാതിലിൽ ഞാൻ അവിടെ നിന്നാണ് അവസാനം സംസാരിച്ച് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷത്തോടെ, യൗവനക്കാർ എന്ത് ദാഹത്തോടെ, എന്ത് തീക്ഷ്ണതയോടെ. നമ്മൾ ഒരു സൈഡിൽ കൂടെ പറയും യൗവനക്കാരെ കാണുന്നില്ല, അവർ താല്പര്യമില്ല. എന്നാൽ ഒരു വശത്ത് യൗവനക്കാർ സത്യത്തിനു വേണ്ടിയും വചനത്തിനു വേണ്ടിയും എത്ര ആഴമായി അവരത് ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു ഒക്കെ കാണുമ്പോൾ വലിയ സന്തോഷം. അവരുടെ നേതൃത്വത്തിലാണ് അതെല്ലാം നടന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ആ ഭാഗങ്ങളിലും കുറച്ച് വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് ഇൻ ദ ടീച്ചിങ് ഓഫ് ഗോഡ്സ് വേർഡ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹം, നന്ദി. കാരണം വാഹനം ഇവിടുന്ന് പോകേണ്ടതായിരുന്നു, സാധനങ്ങൾ ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. ഞങ്ങളുടെ വണ്ടി ഒരുപാട് പഴയതായപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു, ഇതിനി വഴി വല്ലതും. പക്ഷെ ഒരു പ്രയാസവും കൂടാതെ അവിടം വരെ പോയി വളരെ മനോഹരമായിട്ട് ടീം യാത്ര ചെയ്ത് തിരിച്ചു വന്നു. കർത്താവ് സഹായിച്ചതിനെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിച്ചതിനെ ഓർത്തും സ്തോത്രം ചെയ്യുകയാണ്. ഇനിയുമുള്ള ആഴ്ചകളിലും പല മീറ്റിങ്ങുകളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് വാതിലുകളും വഴികളും ഒക്കെ തുറക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൃപയും വേണം. പഴയ സ്റ്റീമിൽ നമുക്ക് ഓടാനൊക്കത്തില്ല. പുതിയ കൃപകൾ, പുതിയ അഭിഷേകം വേണം. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്കിനി മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ എന്ന് കർത്താവ് സാക്ഷ്യം പറഞ്ഞ വ്യക്തി, പെട്ടെന്ന് സംശയത്തിലും ആശയക്കുഴപ്പത്തിലുമാകുന്നു. ഹീസ് ഡിസൊല്യൂഷൻഡ്, ഹീസ് ഇൻ ഡൗട്ട്. അപ്പം നമുക്കതൊന്ന് വായിക്കാം. ദൈവമക്കൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമോ? ഡു ദേ ഗോ ത്രൂ ഡൗട്ട്ഫുൾ എക്സ്പീരിയൻസസ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, യെസ്, ദേ ഗോ ത്രൂ ടൈംസ് ഓഫ് ഡൗട്ട്. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ച് തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ചു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വളരെ ശക്തമായി പ്രഖ്യാപിച്ച്
യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി വഴികാട്ടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ, യേശുക്രിസ്തു തന്നെ പറയുന്നു, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവൻ ഒരുവനില്ല. ഗർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഈ മനുഷ്യൻ ഒരു ചോദ്യം ചോദിക്കുക യേശുവിനോട്, നീ തന്നെയാണോ മശിഹ? അപ്പോൾ സാധാരണമായി നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള അവസ്ഥകൾ ദൈവമക്കൾക്ക് ഉണ്ടാകുന്നതാണോ അല്ലയോ? സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് മെൻ, ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് മെൻ ഗോ ത്രൂ ടൈംസ് ഓഫ് ഡൗട്ട്. ദേ ഗോ ത്രൂ ടൈംസ് ഓഫ് ഡൗട്ട്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെ സംശയങ്ങൾ വരുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത്, അയ്യോ എൻ്റെ അവസ്ഥ എന്തായിത്തീരും, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ഇയ്യോബ് മുതൽ നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ തോമാസ് ലീഹ വരെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇവരെല്ലാം സംശയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതിന്റെ അർത്ഥം എന്താ? ദ ബെസ്റ്റ് ഓഫ് മെൻ ആർ സ്റ്റിൽ മെൻ അറ്റ് ബെസ്റ്റ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദ ബെസ്റ്റ് ഓഫ് മെൻ ആർ സ്റ്റിൽ മെൻ അറ്റ് ബെസ്റ്റ്. നമ്മൾ നമ്മുടെ ജഡത്തിൽ എത്രയൊക്കെ പറഞ്ഞാലും അവസാനം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ബലഹീനരാണ്, നമുക്ക് സംശയങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. എന്തുകൊണ്ട് സംശയങ്ങൾ ഉണ്ടായി? രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. വൈ ദ ഡൗട്ട്? ഒന്ന്, സത്യം പറഞ്ഞതിന് കാരാഗ്രഹത്തിലാണ് യോഹന്നാൻ സ്നാപകൻ. നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുമ്പോൾ, കാരാഗ്രഹത്തിന്റെ അവസ്ഥകളിലായിരിക്കുമ്പോൾ സംശയമുണ്ടാകും. കർത്താവേ എന്തുകൊണ്ട്? പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ എന്തുകൊണ്ട്? വിട്ടുമാറാത്ത രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ എന്തുകൊണ്ട്? ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, കാരാഗ്രഹം. മനസ്സിലായോ? താൻ സത്യം സംസാരിച്ചു, ഹെരോദാവിനോട് വിരളി കൊണ്ടിട്ട് പറഞ്ഞു, ഹെരോദാവേ നീ കാണിക്കുന്നത് ശരിയല്ല, നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ എടുത്തു, ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. അതുകൊണ്ട് അവനെ എടുത്ത് കാരാഗ്രഹത്തിലിട്ടു. കാരാഗ്രഹത്തിൽ ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ മനസ്സിലൂടെ ചിന്ത, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇന്ന് രാവിലെ എൻ്റെ സ്നേഹിതൻ US-ൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഐ ഹവ് ബിൻ വെരി ഫെയ്ത്ത്ഫുൾ അറ്റ് വർക്ക്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അപ്പൊ നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുന്നു. അപ്പോൾ സംശയം വരുന്നു, കർത്താവെ നീ എവിടാ? വേർ ആർ യു ഇൻ ഓൾ ഓഫ് ദിസ്? അല്ലേ? ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ട്, ഫെയിൽഡ് എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ഫ്രസ്ട്രേഷൻസ്. ഞാൻ ആഗ്രഹിച്ചതും ആശിച്ചതുമായ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ നടക്കാത്തപ്പോൾ സംശയം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? യോഹന്നാൻ സ്നാപകൻ ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ പറയുമ്പോഴും യോഹന്നാന്റെ മനസ്സിലും എന്താ കിടക്കുന്നത്? യേശു തമ്പുരാൻ വന്നിട്ട് താൻ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഈ ലോകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഷ്ടതകളെല്ലാം മാറ്റി യഹൂദന്മാരെ വിടുവിക്കും എന്നുള്ളത് യോഹന്നാൻ സ്നാപകന്റെ തലയിലും കിടപ്പുണ്ട്. ഇത്രയും അഭിഷക്തനായ മനുഷ്യന്റെ മനസ്സിലും ഇത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ച വിധത്തിൽ നടക്കാത്തപ്പോൾ സംശയം, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവെ ഞാൻ ആഗ്രഹിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന സംഭവം നടക്കും, ജോലി ഇങ്ങനെ കിട്ടും, ഇന്ന ആളുടെ വിവാഹം കഴിക്കും, വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാകും, ഇങ്ങനെയുള്ള വലിയ പ്രതീക്ഷകളും അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകളും അതിനനുസരിച്ചുള്ള ജീവിതശൈലിയും ഒക്കെ ഉണ്ടായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തപ്പോൾ സംശയം വന്നു. അപ്പൊ യോഹന്നാന്റെ ജീവിതത്തിൽ ഇതാ സംഭവിച്ചത്. ഒന്ന്, പ്രയാസങ്ങൾ, കഷ്ടതകൾ, കാരാഗ്രഹം. രണ്ട്, ഞാൻ ആഗ്രഹിച്ച വിധത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല, അല്ലേ? അപ്പോൾ സംശയം. അപ്പോൾ ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള അവസ്ഥകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ നല്ലൊരു ലെസൺ ഞാൻ പറയട്ടെ. ഇങ്ങനത്തെ അവസ്ഥകളും സംശയങ്ങളും വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ അവസ്ഥകളും ഈ സംശയങ്ങളും യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് തന്നെ കൊണ്ടുപോവുക. എന്നിട്ട് എന്താണ് പറഞ്ഞത്? തന്റെ ശിഷ്യന്മാരെ വിട്ടിട്ട് പറഞ്ഞു, ആരോടാ പോകേണ്ടത്? വേറെ ആരോടും നീ സംസാരിക്കണം, നേരെ യേശുവിനോട് തന്നെ പോയി ചോദിക്കുക, നീ തന്നെയാണോ ആളെന്ന്. സോ എൻ്റെ സംശയം ഞാൻ എവിടെ പാർക്ക് ചെയ്യണം പ്രിയമുള്ളവരെ? എൻ്റെ സംശയം യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് തന്നെ കൊണ്ടുചെല്ലുക. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു. നമ്മുടെ ബൈബിൾ സ്റ്റഡി ഒന്നും മിസ് ചെയ്യാതെ, ഞാൻ ഈയിടെ ഒരുപാട് ചെറുപ്പക്കാർ 24, 22 വയസ്സുകളൊക്കെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ബൈബിൾ സ്റ്റഡി യൂട്യൂബിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് വളരുന്ന കുറേ പേരെ കാണുന്നത് എനിക്ക് അത്ഭുതം കേട്ടോ. ഐ എം സർപ്രൈസ്ഡ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ വിവാഹത്തിന്റെ കാര്യത്തിൽ എന്നോട് വന്ന് ചോദിച്ചു, അച്ഛാ ഈ ഒരു കാര്യത്തിൽ ഞാൻ ആശയക്കുഴപ്പത്തില്ല,
എനിക്ക് ഇന്ന പെൺകുട്ടിയോട് ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ ദൈവഹിതമാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് സംശയമാണ്. എൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹമാണോ എൻ്റെ ഫീലിങ്സ് ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം കൊണ്ടും മാനുഷികമായി, ഹ്യൂമൻലി സ്പീക്കിംഗ്, ഇങ്ങനെ പറഞ്ഞു, ഹ്യൂമൻലി സ്പീക്കിംഗ് ഷീ ഈസ് പെർഫെക്റ്റ്. ദൈവത്തിന്റെ ഹിതമാണോ എന്ന് എനിക്ക് അറിയണം. ഓഹ്, ഞാൻ ഓർത്ത് എന്തൊരു നല്ല ആഗ്രഹം ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, വേറെ എങ്ങും പോകണ്ട, യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് തന്നെ പോകും. സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഗോ ബാക്ക് ടു ക്രൈസ്റ്റ് ഹിംസെൽഫ്. വേറെ ആരോടും സംസാരിക്കണ്ട, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് തന്നെ പോയാൽ മതി. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ്, വെൻ യു ആർ ഇൻ ഡൗട്ട്, ടേക്ക് ഇറ്റ് ടു ജീസസ്. യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് തന്നെ അതിനെ കൊണ്ടുപോകാം. യേശു ക്രിസ്തുവിന്റെ പ്രതികരണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്താണ് യേശു ക്രിസ്തുവിന്റെ പ്രതികരണം? 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ പ്രതികരണം? യോഹന്നാൻ സ്നാപകൻ നേരിട്ട് വന്ന് ചോദിക്കുക, നീ തന്നെയാണോ? ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്നത് പോലെ ഇൻസൾട്ടിങ് ആയിട്ട് വേറൊരു കാര്യമില്ല. ഇപ്പം നമ്മൾ എന്ന് പ്രധാനമന്ത്രിയോട് പറയുക, നീ തന്നെയാണോ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ എന്തൊരു ഇൻസൾട്ടാണെന്നറിയാമോ? അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുമ്പിൽ സാധാരണ മനുഷ്യര് അവരത് ഇൻസൾട്ടായിട്ട് എടുത്ത് ഇവരെ പറഞ്ഞയക്കും. യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനോട്, എടാ നീ അല്ലയോ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിനക്കിപ്പം ഇത്രയും പോലും വിശ്വാസമില്ലേ? നീ എന്നെ വചനം വായിക്കുന്നില്ലയോ? വചനം നിനക്ക് അറിയത്തില്ലയോ? നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഒരൊറ്റ വിരൽ ചൂണ്ടുന്ന പ്രതികരണം യേശുക്രിസ്തുവിന്റെ ഭാഗത്തിൽ നിന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ അത്? There is absolutely no condemnation, which tells me, എനിക്ക് സംശയം വരുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ക്രിസ്തു അവിടെ നിന്ന്, ആഹാ ഇതായിരുന്നോ നിന്റെ മനസ്സിലിരിപ്പ് എന്ന് ഒരിക്കലും ചോദിക്കത്തില്ല. അപ്പോൾ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് എബ്രായ ലേഖനം പറയുമ്പോൾ മനസ്സിലായോ എന്തോന്ന്? എന്റെ സംശയത്തിലും എന്റെ പ്രയാസത്തിലും എന്നെ നോക്കിയിട്ട് എടാ നിനക്ക് എന്നാ ഇങ്ങനെ എന്ന് ചോദിക്കത്തില്ല. മറിച്ച് എന്താ പറയുന്നത്? ഹി ഡസന്റ് ഗെറ്റ് ഇൻ ടു എൻ ആർഗ്യുമെന്റ്, ഹി ഓൺലി പോയിന്റ്സ് ടു ദ എവിഡൻസ്. നിങ്ങൾ പോയൊരു കാര്യം ചെയ്യും, നിങ്ങൾ കാണുകയും കേൾക്കുന്നതും കാര്യം ചെന്ന് അവനോട് പറ, വേറെ ഒന്നും ചെയ്യണ്ട. കർത്താവ് എത്ര സഹിഷ്ണുതയുള്ളവൻ അല്ലേ? അപ്പോൾ എൻ്റെ സംശയത്തിൽ കർത്താവ് എന്നാ പറയുന്നത്? എടാ നീ ഒന്ന് ശ്രദ്ധിക്കേ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നിൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടത് നീ ഓർക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്ന മാറ്റം നിനക്ക് ഓർമ്മയുണ്ടോ? നീ പാപത്തിന്റെ ചെളിക്കുഴിയിലായിരുന്നപ്പോൾ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാഞ്ഞ കാലങ്ങളിൽ ഞാൻ നിന്നെ വന്ന് വിടിച്ചു ഓർക്കുന്നുണ്ടോ? അല്ലാതെ എന്നോട് ആർഗ്യൂ ചെയ്യുവല്ല ദൈവം, എന്നെ കുറ്റപ്പെടുത്തുവല്ല ദൈവം. പിന്നെന്താ പറയുന്നത്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് നടത്തിയ വഴികൾ, കർത്താവ് ചെയ്തിട്ടുള്ള വലിയ ക്രിയകളിലേക്ക് എന്നെ നയിക്കുകയാണ്. അതാണ് കർത്താവിൻ്റെ വഴി. അപ്പോൾ മശിഹ വന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ് വളരെ വ്യക്തമായി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു ക്രിസ്തു അവരെ കാണിച്ചു. അത് ചെന്ന് യോഹന്നാനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ വിഷയമുണ്ട്. യോഹന്നാൻ സ്നാപകൻ കഷ്ടത്തിലാ അല്ലേ? കാരാഗ്രഹത്തിലാ. യേശു ക്രിസ്തുവിൻ്റെ ഒരു വാക്ക് പോരെ യോഹന്നാൻ സ്നാപകൻ ആ തടവിൽ നിന്ന് ഇറങ്ങി വരാൻ? ഒരു വാക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു ഒരുപാട് വിഷമിച്ച ഒരു സമയം, സങ്കടപ്പെട്ട ഒരു സമയമാണ് യോഹന്നാൻ സ്നാപകന്റെ തല പോയപ്പോൾ അല്ലേ? കാരണം സ്വന്തം കസിനാണ്, അവന് വേണ്ടി വഴിവെട്ടി തുടിച്ചു കൊടുത്ത ആളാ. യേശു ക്രിസ്തു ഒന്ന് ചിന്തിച്ചാൽ പോരായിരുന്നോ? ഞാൻ എപ്പോഴും ചിന്തിക്കും, ആ തടവും ആ കാരാഗ്രഹവും മുഴുവനായി ദഹിപ്പിച്ച് കളഞ്ഞ് ഹെരോദാവിനെയും നശിപ്പിച്ച് കളഞ്ഞ് യോഹന്നാൻ സ്നാപകൻ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ കർത്താവിന് വേണ്ടി വഴിയൊരുക്കി അത്ഭുതകരമായി വിടുവിക്കുവാൻ കർത്താവിൻ്റെ ഒരു ചിന്ത മതിയായിരുന്നു. കർത്താവ് എന്തുകൊണ്ട് വിടുവിച്ചില്ല? ഇത്രയും അത്ഭുതം ചെയ്ത വ്യക്തി എന്തുകൊണ്ട് വിടുവിച്ചില്ല? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കസിന്റെ തല വെട്ടിക്കളഞ്ഞു ഹെരോദാവ്. ഒന്നും ചെയ്തില്ല കർത്താവ്. സംശയം വരാതിരിക്കുവോ? സംശയം വരാതിരിക്കുവോ? ഞാനാണെ പറയും, കർത്താവേ നീ ഇങ്ങനെ മിണ്ടായിരുന്നല്ല എങ്ങനെ നോക്കുന്നേ? നിനക്ക് വിടുവിപ്പാൻ കഴിയും, നീ എന്തുകൊണ്ട് ചെയ്തില്ല? ചോദ്യം. അപ്പോൾ അവിടെ കർത്താവ് എന്നാ പറയുന്നതെന്നറിയോ? ഹി ഈസ് നോട്ട് പോയിന്റിങ് ടു വാട്ട് വി വാണ്ട് ഹിം ടു ഡു. അതായത്
യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചോളം യേശു കർത്താവ് മശിഹാണെന്നുള്ളത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല വഴി തന്റെ അധികാരം ഈ ഭൂമിയിൽ സ്ഥാപിക്കണം. യേശു കർത്താവ് അത് ചെയ്യുന്നില്ല. മറിച്ച് എന്താ പറയുന്നത്? വേറെ എന്തൊക്കെയോ ചെയ്യുന്നു. എന്തോ ചെയ്യുന്നത്? സുവിശേഷം പ്രസംഗിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, രോഗികൾ സൗഖ്യമാക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സംടൈംസ് ഗോഡ് ഇസ് നോട്ട് ഡൂയിങ് വാട്ട് വി വാണ്ട് ഹിം ടു ഡു, ബട്ട് ഹി ഈസ് സ്റ്റിൽ ഡൂയിങ് വാട്ട് നീഡ്സ് ടു ബി ഡൺ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവ് ചെയ്യുന്നില്ലെങ്കിലും കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകനോട് പറയാം, ഞാൻ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതിലല്ല നിന്റെ ഫോക്കസ് ഇരിക്കേണ്ടത്, ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിന്റെ ഫോക്കസ്. അതുകൊണ്ടാണ് നേരെ എന്ന് പറഞ്ഞത്. എന്താ നിങ്ങൾ കാണുന്നത് എന്നുള്ളത് യോഹന്നാൻ സ്നാപകനോട് ചെന്ന് പറ. സോ ദ ലെസൺ ഹിയർ ഇസ് വെരി സിമ്പിൾ. എന്താണ് നമ്മുടെ പാഠം ഇവിടെ? ചിലപ്പോൾ ദൈവം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് കർത്താവ് സൈലന്റ് അല്ല. കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. ഇവിടെ നടക്കുന്നത് എന്താണ്? വലിയ റെസ്റ്റോറേഷൻ, സ്പിരിച്വൽ, ആത്മീയമായ വലിയൊരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ യോഹന്നാനെ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇതൊരു പൊളിറ്റിക്കൽ പവർ ഡെമോൺസ്ട്രേഷൻ അല്ല. അതാ നീ മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. ഭാഗ്യകരമായ അവസ്ഥ എന്താ? ബ്ലെസ്ഡ് ഇസ് എനിവൺ ഹു ഡസ് നോട്ട് സ്റ്റംബിൾ ഓൺ അക്കൗണ്ട് ഓഫ് മീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാത്തപ്പോൾ, ഞാൻ എൻ്റെ ചുറ്റുപാടുകളിൽ എനിക്ക് ഒരുപാട് പ്രയാസമുണ്ടെങ്കിലും എൻ്റെ ആശ്രയം ക്രിസ്തുവിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റത്തില്ല. അതാണ് ഇടറിപ്പോകാതിരിക്കുക എന്നുള്ളത്. മനസ്സിലായോ? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തപ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉത്തരം കിട്ടാത്തപ്പോൾ, ഞാൻ ക്രിസ്തുവിൽ തന്നെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഇടറിപ്പോകാതിരിക്കുക എന്ന് പറയുന്നത്. സോ വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, സംടൈംസ് തിങ്സ് വിൽ നോട്ട് ഹാപ്പൻ ദ വേ വി വാണ്ട് ഇറ്റ് ടു ഹാപ്പൻ. എന്നാൽ ക്രിസ്തുവിലുള്ള എൻ്റെ ആശ്രയം മാറരുത്. ഞാൻ എൻ്റെ ചുറ്റുപാടുകളൊക്കെ സംശയിക്കുമ്പോഴും ലെറ്റ് മീ നോട്ട് ലൂസ് മൈ ട്രസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ഈവൻ വെൻ മൈ എക്സ്പെക്ടേഷൻസ് ആർ നോട്ട് മെറ്റ്. അതാണ് പ്രിയമുള്ളവരെ നാം പഠിക്കേണ്ടത് പാഠം. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെയും ജീവിതത്തിൽ സംശയങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സൗമ്യമായ പ്രതികരണം ഒന്നാമത്. സോ ഹി ഡസ് നോട്ട് കണ്ടം us, ഹി ഈസ് കംഫർട്ടിങ് us. അത് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. രണ്ട്, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവ് ചെയ്യാത്തപ്പോഴും കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവപ്രവൃത്തി മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത് മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്പെക്റ്റേഷൻസ് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ സംഭവിക്കാത്തപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയേണ്ട കാര്യം, ഞാൻ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ചുറ്റുമുള്ള സിറ്റുവേഷൻസ് എന്നോട് വന്ന് പെട്ടെന്ന് ചോദിക്കുക, അപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, അത് മാറുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നുള്ളത് ഞാൻ യാതൊരു കാരണവശാലും സംശയിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടത്തെ നമുക്ക് പറ്റിയ വലിയ ഒരു പാഠം. ആട്ടെ, ഇങ്ങനെയുള്ള സംശയം ചോദിക്കുക കേട്ടോ. യോഹന്നാൻ സ്നാപകൻ ആളിനെ വിട്ടേച്ച് പറയാ, യേശുവിനോട് പറയാ, നീ തന്നെയാണോ ആള്? യേശുക്രിസ്തു അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണെന്നറിയാം? യേശുക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറയുക, സ്ത്രീകളിൽ വെച്ച് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ഒരുവനില്ല. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ചെറിയ സംശയ രൂപത്തിൽ ആരെങ്കിലും സംസാരിച്ചെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ നെഗറ്റീവായിട്ട് പ്രതികരിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ പൊക്കി പറയാൻ സാധ്യതയില്ല, അല്ലേ? തീർച്ചയായിട്ടും അതുവരെ വലിയ കാര്യവും താല്പര്യമൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മളെക്കുറിച്ച് രണ്ട് വാക്ക് ഒരു സംശയ രൂപത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവരെ പൊക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ യേശു ക്രിസ്തുവിന്റെ പ്രതികരണം കണ്ടോ? ഹൃദയങ്ങളെ നിരൂപിക്കുന്ന കർത്താവ് കൊടുക്കേണ്ട ക്രെഡിറ്റ് കൊടുത്തിരിക്കും. മനസ്സിലായോ? ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ജനിച്ചവരിൽ അവനേക്കാൾ വലിയവൻ ഒരുവൻ ഇല്ലെന്ന്. അത്രയും വലിയ കോമൻഡേഷൻ യോഹന്നാൻ സ്നാപകന് കൊടുത്തു. അതിൽ നിന്നൊട്ടും കുറച്ചില്ല. എന്നാൽ പെട്ടെന്ന് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യോഹന്നാൻ സ്നാപകനെ വലിയവനാക്കിയത് എന്തുവാ? ഞാൻ ഇതിനെക്കുറിച്ച് വലിയൊരു സീരീസ് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ആക്ച്വലി ചെന്നൈ പോയപ്പോഴും ഇതിനെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്.
എന്താണ് വാട്ട് മെയ്ഡ് ജോൺ ഗ്രേറ്റ്? അത് ചെറുതായിട്ടൊന്ന് പറയാൻ ഒരു സ്ലൈഡിൽ പറയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ പോലെ വലിയവരാകുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ കണ്ണിൽ, ലോകത്തിന്റെ മുമ്പിലല്ല, ക്രിസ്തുവിന്റെ കണ്ണിൽ വലിയവരാകാൻ ആഗ്രഹിച്ചാൽ എങ്ങനായിരിക്കണം എന്നുള്ളത് പെട്ടെന്ന് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ജോൺ വാസ് സ്റ്റഡി. അവർ പോയ ശേഷം, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 11:7 മുതൽ 11 വരെ. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല. എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജ്യഗൃഹങ്ങളിലല്ലോ? അല്ല. എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതരെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ തന്നെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഒന്ന് പറയുന്നു, ജോൺ വാസ് സ്റ്റഡി, കാറ്റിനാൽ ഉലയുന്ന ഓടയല്ല. അപ്പോൾ ഒന്ന്, പ്രിയമുള്ളവരെ, യോഹന്നാൻ സ്നാപകനെ പോലെ നമ്മൾ ആകണമെങ്കിൽ നമ്മൾ സ്റ്റഡി ആയിരിക്കണം, വചനം അറിയണം. അല്ലെങ്കിൽ എന്തൊക്കെ വന്നാൽ നമ്മൾ കാറ്റിനാൽ അലയുന്ന ഓടയെ പോലെ ആയിത്തീരും. സോ ഹി വാസ് സ്റ്റഡി. രണ്ട്, ഹി വാസ് സോബർ. അല്ലേ? യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നസീർ വ്രതക്കാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം കുടിക്കുകയും കാണുന്നതെല്ലാം കഴിക്കുകയും ചെയ്യുന്നവനല്ല. ലോകം നടക്കുന്നത് പോലെ നടക്കത്തില്ല, ലോകം ഒരുങ്ങുന്നത് പോലെ ഒരുക്കത്തില്ല, ലോകം ജീവിക്കുന്നത് പോലെ ജീവിക്കത്തില്ല, ലോകം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് താമസിക്കത്തു പോലുമില്ല, മരുഭൂമിയിൽ പോയി താമസിച്ചവനാണ് യോഹന്നാൻ സ്നാപകൻ. എന്ന് പറഞ്ഞാൽ ഹി വാസ് എ വെരി സോബർ ഡിസിപ്ലിൻ പേഴ്സൺ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തെറ്റോ ശരിയോ എന്നുള്ള ചോദ്യമല്ല, ആത്മീകമായ ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ഒന്ന്, ഹി വാസ് സ്റ്റഡി, കാറ്റിലാൽ അലയുന്ന ഓടയല്ല, എന്ന് പറഞ്ഞാൽ വചനത്തിൽ വളരെ സ്ട്രോങ്. രണ്ട്, ഹി വാസ് സോബർ, ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു ജീവിത ശൈലി ഉണ്ടാകണം. അവർ ലൈഫ് സ്റ്റൈൽ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെയും നിങ്ങളുടെയും ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിക്കണം പ്രിയമുള്ളവരെ. ഡിസിപ്ലിൻഡ് ആണോ? സോബർ ആണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം. മൂന്ന്, ജോൺ വാസ് എ സെർവൻറ്റ്, ഒരു ശുശ്രൂഷകനായിരുന്നു. അവനോ വളരണം, ഞാനോ കുറയണം. an attitude of a servant. അല്ലാതെ എല്ലാവരും എന്നെ സേവിക്കണം എന്നല്ല, എനിക്ക് ആരെയൊക്കെ സേവിക്കാൻ സാധിക്കും എന്നുള്ള. നാല്, ജോൺ വാസ് സെന്റ്, കർത്താവിനാൽ അയക്കപ്പെട്ടവൻ. അല്ലേ? ഏലിയാമിന്റെ ആത്മാവോട് അയക്കപ്പെട്ടവൻ. ജോൺ വാസ് സ്പെഷ്യൽ, പഴയ നിയമത്തിൽ ഏറ്റവും വലിയ റാങ്ക്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ? യോഹന്നാനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ ഒരു ഒറ്റ അത്ഭുതം പോലും ചെയ്തില്ലെന്ന്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒറ്റ അത്ഭുതം പോലും യോഹന്നാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഒരത്ഭുതം പോലും ചെയ്യാത്ത ആൾ എങ്ങനെ ഏലിയാവിനേക്കാൾ വലിയവനാകുന്നത്, മോശയേക്കാൾ വലിയവനാകുന്നത്, അബ്രഹാമിനേക്കാൾ വലിയവനാകുന്നത്? അതിന്റെ കാരണം ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഒരു ഒറ്റ കുറ്റം പോലും അവന്റെ സ്വഭാവത്തിൽ, ജീവിത ശൈലിയിൽ പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. വിച്ച് ടെൽസ് മീ ദാറ്റ് ഗോഡ് വാല്യൂസ് ക്യാരക്ടർ മോർ ദാൻ കരിസ്മ. എൻ്റെ കൃപാവരങ്ങളെക്കാൾ ദൈവം മുൻതൂക്കം കൊടുക്കുന്നത് എൻ്റെ സ്വഭാവ ഗുണം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ പ്രിയമുള്ളവരെ, ഒരുപക്ഷെങ്കിൽ വലിയ കൃപാവരങ്ങളൊന്നും ഇല്ലെങ്കിലും ദൈവസന്നിധിയിൽ നേരോടെ നടക്കുന്നവനാ മാർക്ക് കൂടുതൽ എന്നുള്ളത് വ്യക്തമായി യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഓ ഹീസ് എ പവർഫുൾ മാൻ ഓഫ് ഗോഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ദൈവം കൊടുക്കും കൃപാവരങ്ങളൊക്കെ. ദൈവം എന്തിനാ മുൻതൂക്കം കൊടുക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ ജീവിതം നാം പഠിക്കണം. പിന്നെ കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെ, യോഹന്നാൻ സ്നാപകൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനോ വളരണം, ഞാനോ കുറയണം. ജോൺ വാസ് സെക്കൻഡ്. ഇവിടെ എല്ലാവർക്കും ഒന്നാമനാകണം, അല്ലേ? എല്ലാവർക്കും ഫസ്റ്റ് ആകണം. എളിമ, ഹ്യൂമിലിറ്റി യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യഥാർത്ഥമായ താഴ്മയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിൽ നമുക്ക് മുന്നേറുവാൻ സാധിക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന, യഹോവയായ ദൈവം വസിക്കുന്ന രണ്ടേ രണ്ട് സ്ഥലം എന്തുവാ? ഒന്ന് സ്വർഗാദി സ്വർഗവും, പിന്നെന്താ പറയുന്നത്? രണ്ട്, ഇൻ എ ഹംബിൾ ആൻഡ് കോൺട്രൈറ്റ് ഹാർട്ട്, എളിയവന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം. അപ്പൊ ദൈവം തൻ്റെ സിംഹാസനം ഉറപ്പിക്കണമെങ്കിൽ രണ്ട് സ്ഥലങ്ങൾ. ഒന്ന്, കാരണം ഈ ലോകം അവന്റെ ഫുഡ് സ്റ്റൂളാ, ഇതിനകത്തൊന്നും അവനെ ഒതുക്കാൻ ഒക്കത്തില്ല. വലിയവനായ ദൈവം,
ദൈവം വസിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ: ഒന്ന് സ്വർഗാദി സ്വർഗങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്വർഗാദി സ്വർഗങ്ങൾ; രണ്ട് എളിയവന്റെ ഹൃദയം. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങാണ് ഒന്നാമൻ, ഞാൻ രണ്ടാമൻ; അങ്ങാണ് വലിയവൻ, ഞാൻ കുറയണം. അതായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ പ്രത്യേകത. യോഹന്നാൻ സ്നാപകന്റെ ജീവിതം പഠിച്ചു വരുമ്പോൾ ആദ്യം അവനാണ് മെയിൻ കഥാപാത്രം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ ഗർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൻ. അവൻ ദൈവസന്നിധിയിൽ വലിയവനാകും, പ്രസിദ്ധനാകും, എല്ലാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 2 ചാപ്റ്റർ കഴിഞ്ഞിട്ട് യോഹന്നാൻ സ്നാപകനെ കാണുന്നേ ഇല്ല. പിന്നെ കാണുന്ന മുഴുവൻ യേശു ക്രിസ്തുവാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം. എത്ര വലിയവരാണെങ്കിലും യേശു ക്രിസ്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളത് ആളുകൾ കാണണം. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആളുകൾ അത് യഥാർത്ഥമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണണം. എന്നാൽ ക്രിസ്തു പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ. അതായത് പുതിയ നിയമപ്രകാരം സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവൻ ആകും എന്ന് പറയും. അപ്പോൾ യോഹന്നാനെ കുറിച്ച് നല്ലൊരു പാഠം. അപ്പോൾ നമ്മുടെ ലൈഫിലെ ഡിസിപ്ലിൻ എങ്ങനെയാ? നമ്മൾ സ്റ്റഡിയാണ്. വചനത്തിൽ നാം വേരൂന്നി നിൽക്കുന്നവരാണ്. നമ്മളൊരു ശുശ്രൂഷകന്റെ മനോഭാവമാണോ നമുക്ക്? അങ്ങനെയെങ്കിൽ കർത്താവ് എന്നെക്കുറിച്ച് നിങ്ങളെയും കുറിച്ച് പറയും, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഒരുവനില്ല. അതാണ് കോമൻഡേഷൻ. കർത്താവിൻ്റെ വായിൽ നിന്ന് അത് കേൾക്കുക എന്നുള്ളതാണ്, പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഉദ്ദേശം. പൗലോസിനോടൊന്ന് ചോദിച്ചാൽ പൗലോസ് പറയും, എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാക്ക് കേൾക്കണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അത് മാത്രം, ആ വാക്കുകൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ആ വാക്കുകൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുവാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണം? ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കണം. ലോകമൊക്കെ നടക്കുന്ന പോലെ എനിക്ക് പറ്റത്തില്ല. ലോകം വസ്ത്രം ഉപയോഗിക്കുന്ന പോലെ എനിക്ക് വസ്ത്രം കൊടുക്കാൻ ഒക്കത്തില്ല. ലോകം എന്തും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യും, എനിക്ക് സാധിക്കത്തില്ല. കാരണം എന്നാ? ഞാൻ വേറിട്ട് ജീവിക്കുന്നവനാ. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതാ. ഞാനും ലോകവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ലോകം അറിയപ്പെടുന്ന വിധത്തിൽ ഞാൻ ജീവിക്കും ആയിരുന്നു യോഹന്നാൻ സ്നാപകന്റെ തീരുമാനം. അതുകൊണ്ട് അവസാനം നല്ല കമൻഡേഷൻ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഡൗട്ട്സ് ഉണ്ടായിരുന്നു, സംശയങ്ങൾ ഉണ്ടായിരുന്നു, എങ്കിലും ക്രിസ്തുവിൽ അവൻ ആശ്രയിച്ചു എന്നുള്ളതാണ് നാം കാണുന്നത്. പിന്നെ യേശു കർത്താവ് ചില സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നു. പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ യേശു കർത്താവ് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് പറയുക, സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ഇന്ന് വരെ. അതായത് ദ കിങ്ഡം വിൽ നെവർ ബി റിസീവ്ഡ് പാസീവ്ലി. കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ദൈവരാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ബലാത്കാരികൾ ഉണ്ടാകണം. ദ വയലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കുടിയും കുത്തി വാളുവെടുത്ത് വഴക്കമുണ്ടാക്കി സ്വർഗരാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞ്? തീർച്ചയായിട്ടും അല്ല. അവൻ സമാധാനത്തെ വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്ന് ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ വഴിയേ അല്ല. ദാറ്റ്സ് നോട്ട് ഹൗ വി ഓപ്പറേറ്റ് അറ്റ് ഓൾ. ബട്ട് എന്താണ് പറയാൻ ആഗ്രഹിച്ചത്? മടിയന്മാർക്കുള്ളതല്ല സ്വർഗരാജ്യം. ദൈവരാജ്യത്തിൽ ഞാൻ ഇങ്ങനെ കിടന്നോളാം, ദൈവം ചെയ്യേണ്ടത് ചെയ്തോളും, ഞാൻ അതുകൊണ്ട് ഇവിടെ കിടന്നുറങ്ങിക്കോളാം എന്ന് പറയുന്നവനെ കൊണ്ട് ഒരിക്കലും സ്വർഗരാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. മനസ്സിലായോ? എന്നാൽ കർത്താവേ, വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കണ്ട. യു ക്യാൻ ബി വെരി സൈലന്റ്. 4 പേര് അറിയുകയും വേണ്ട. എന്നാൽ പ്രാർത്ഥനയിൽ മുറിയിലിരുന്ന്, കർത്താവേ, ഈ രാജ്യത്തെ അങ്ങ് കുലുക്കിയേ സാധിക്കത്തുള്ളൂ, എൻ്റെ കുടുംബത്തെ അങ്ങ് മാനസാന്തരപ്പെടുത്തിയേ ഒക്കത്തുള്ളൂ. കർത്താവെ, ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് പ്രവർത്തിച്ചേ തീരൂ. അങ്ങ് കർത്താവെ, എൻ്റെ ഒരു ബന്ധുക്കാരനെ അവൻ്റെ മോശമായ ജീവിത ശൈലിയിൽ നിന്ന് വിടുവിച്ചേ മതിയാകത്തുള്ളൂ. എല്ലാ ദിവസവും സ്വർഗത്തിൻ്റെ വാതിൽ ചെന്ന് മുട്ടുന്ന ബലാത്കാരികളാണ് സ്വർഗരാജ്യം. എന്ന് പറഞ്ഞാൽ എൻ്റെ സാൽവേഷനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ദൈവരാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണ്ട് മുതൽ ഏലിയാവ് ഈ ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുക ബലാത്കാരിയാണ്. മോശ ഫറവോന്റെ മുമ്പിൽ നിന്ന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്ന് പറയുമ്പോൾ ബലാത്കാരിയാണ്. മനസ്സിലായോ? ദാനിയേൽ നെബൂഖദ്നേസറിന്റെ മുമ്പിൽ നിന്ന് മുട്ടുമുടക്കാതെ അവിടെ നിൽക്കുമ്പോൾ ബലാത്കാരിയാണ്. എസ്തർ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞ് രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ
ആ കൊച്ചു പെൺകുട്ടി ഒരു ബലാത്കാരിയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വയലന്റ് പേഴ്സൺ. തെറ്റായിട്ടുള്ള ഇന്റർപ്രിട്ടേഷനിൽ അത് വരരുത്. ദ വയലന്റ്. ഇന്നും കർത്താവ് ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് സ്വർഗരാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾ ബലാത്കാരികളാകണം. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് മാംസരക്തങ്ങളോടുള്ള യുദ്ധമല്ല. മനസ്സിലായോ? ദിസ് ഇസ് നോട്ട് എ ബാറ്റിൽ അഗൈൻസ്റ്റ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ്. നമ്മൾ ഈ പറയുന്നത് പോലെ കുടിയും പൊക്കി വാളുമെടുത്ത് ശബ്ദം അതല്ല നമ്മുടെ സ്ട്രാറ്റജി. പക്ഷെങ്കിൽ നമ്മൾ ബലാത്കാരികളാകണം പ്രാർത്ഥനാ മുറിയിൽ, കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങളിൽ. അങ്ങനെയുള്ള ആളുകൾ ദൈവരാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ആട്ടെ, എന്നിട്ട് പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ സകല പ്രവാചകൻ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രൊഫറ്റിക് ടെലിസ്കോപ്പിംഗ്. വെളിപ്പാട് ഞാൻ പഠിപ്പിച്ചപ്പോൾ പ്രൊഫറ്റിക് ടെലിസ്കോപ്പിംഗ്, അതായത് ഒരു കാര്യം പറയുമ്പോൾ തന്നെ രണ്ട് കാര്യം ഒരുമിച്ച് കർത്താവ് പറയുന്ന കാര്യം. ഒരു കാര്യം പറയുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ. ഒന്ന് യേശുക്രിസ്തു ഉണ്ടായിരുന്ന സമയത്ത് നടന്നത്, പിന്നെ യേശുക്രിസ്തു രണ്ടാമത് പ്രാവശ്യം വരുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഇത് രണ്ടും ഒരേ പോലാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നില്ല. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ വന്ന യോഹന്നാൻ സ്നാപകൻ ഇതിനൊരു സിമ്പലാണ്. അവൻ്റെ ആദ്യത്തെ കർത്താവ് ആദ്യം വന്നപ്പോൾ അതായിരുന്നു ഏലിയാവിൻ്റെ ആത്മാവ്, യോഹന്നാൻ സ്നാപകൻ. അവൻ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഏലിയാവ് തന്നെ വരും എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുന്നത്. ആട്ടെ, അത് വേറെ വിഷയം, നമ്മൾ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യോഹന്നാന്റെ ശുശ്രൂഷകളും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ രീതികളും രണ്ടും രണ്ടാണ്. ഒന്ന്, യോഹന്നാന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മരുഭൂമിയിൽ പോകുന്നു, ഭയങ്കര അസറ്റിക് ഒരു മോഡാണ്. എന്നാൽ ഇതിനകത്ത് രസമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് മോഡും ദൈവരാജ്യത്തിന്റെ മോഡായിരുന്നു. പക്ഷെങ്കിൽ ജനം അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു? ചന്ത സ്ഥലങ്ങളിൽ ഇരുന്ന് ചങ്ങാതികളോട്, ഞാൻ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവൻ ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നുകയും കുടിച്ചും കൊണ്ടുവന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരോടും പാപികളോടും സ്നേഹിതൻ എന്ന് അവർ പറഞ്ഞു. ജ്ഞാനമോ തൻ്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താലും ഹൃദയം കഠിനമാക്കിയവൻ ഇതിനകത്തോട്ട് കയറത്തില്ല. ഉദാഹരണം പറയാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ശാന്തമായി പ്രസംഗിക്കും, അല്ലേ? ശാന്തമായി പ്രസംഗിക്കുമ്പോൾ അവർ പ്രതികരിക്കത്തില്ല. ചില സ്ഥലത്ത് നമ്മൾ ശക്തമായി പ്രതികരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞാൻ പറയും, എന്ത് ചെയ്താലും പ്രയാസമാണ്. ശാന്തമായി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പറയും, അവരുടെ പ്രസംഗത്തിന് ഒരു ഇമ്പാക്റ്റ് ഇല്ലെന്ന് പറയും, ഒരു പഞ്ചില്ല. ഓക്കെ, നമ്മൾ ഇച്ചിരി ഒന്ന് ശബ്ദം ഉയർത്തി പ്രസംഗിക്കുമ്പോൾ അവർ പറയും, നല്ല പ്രസംഗമൊക്കെ ആയിരുന്നു, പക്ഷെ എല്ലാം ഒരു ബഹളമായിരുന്നു. പറഞ്ഞു മനസ്സിലായി? എല്ലാം ഒരു ബഹളമായിരുന്നു. ആട്ടെ, നമ്മൾ യൂത്ത്സിന് വേണ്ടി പാട്ടും ബാൻഡും ലൈറ്റും എല്ലാം കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് പറയും, ഇതെല്ലാം ഭയങ്കര ഷോ ആകട്ടോ, ഭയങ്കര ലൈറ്റും ബഹളവും സ്മോക്കും, ആകെ പ്രശ്നങ്ങളാണ്. നമ്മൾ വെറുതെ ചുമ്മാ അവിടെ ചെന്നൊരു പാട്ട് പാടി പറഞ്ഞാലേ, അവരെ ഇന്നത്തെ കാലത്തെ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന വിധത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്നേ, പിള്ളേർക്കൊന്നും ഇതൊന്നും പോരാ, നമുക്കത് കൂടുതൽ വേണം. എങ്ങനെയൊക്കെ ചെയ്താലും ഈ സാധനം അകത്ത് കയറത്തില്ല, അല്ലേ? അതാ കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ സ്നാപകൻ അങ്ങനെ വന്നു, നിങ്ങൾ അവർക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഓപ്പോസിറ്റായിട്ട് വന്നു, നിങ്ങൾ എന്നോടും പറഞ്ഞു ഇത് ബേൽസബൂബിന്റെ ആത്മാവിനാൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഹൃദയകാഠിന്യമുള്ളവന്റെ മുമ്പിൽ എന്തൊക്കെ ഇനിയും ചെയ്തെന്ന് പറഞ്ഞാലും ഇവൻ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ കർത്താവ് എന്താ പറയാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ, നിങ്ങൾ പരിജ്ഞാനമുള്ളവൻ തൻ്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ മോഡ് വാസ് ഡിഫറെന്റ്, യേശു കർത്താവിന്റെ മോഡ് വാസ് ടോട്ടലി ഓപ്പോസിറ്റ്. ഈ രണ്ട് മോഡും ഹൃദയം കഠിനമാക്കിയവന്റെ മുമ്പിൽ അതിന് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും പുത്രന്റെ അടുക്കലേക്ക് വരുന്നില്ല.
അതുകൊണ്ട് എൻ്റെ സ്റ്റൈൽ ചിലപ്പോൾ ഒന്നായിരിക്കും, നിങ്ങളുടെ സ്റ്റൈൽ കുറച്ച് വ്യത്യാസം കാണും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തമ്മിൽ ഓപ്പോസിറ്റ് സ്റ്റൈലാണെങ്കിലും ചെവി ഉള്ളവൻ കേൾക്കും എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ആളുകൾ എല്ലാ മോഡിലും ക്രിട്ടിസൈസ് ചെയ്യും, അല്ലേ? ക്രിട്ടിസൈസ് ചെയ്യേണ്ടിയവൻ സകല മോഡിലും ക്രിട്ടിസൈസ് ചെയ്യും. അത് നിങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കും. രണ്ട് കൂട്ടരെ കുറിച്ച് കർത്താവ് പറയുന്നു. ഒന്ന് 20 മുതൽ 24 വരെ, ദ കണ്ടെംപ്റ്റ്. പിന്നെ അവൻ തൻ്റെ പ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങളിൽ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. ഇപ്പൊ ഒന്ന് ശാസനയാണ്. കർത്താവ് ഒരുപാട് വീരപ്രവൃത്തികൾ ചെയ്തു, എന്നിട്ട് ആരെങ്കിലും വിശ്വസിച്ചോ? കോരസീനെ, നിനക്ക് ഹാ കഷ്ടം. ബെത്സയിദേ, നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീരപ്രവർത്തികളിൽ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസങ്ങളിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ കപ്പർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീരപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധ ദിവസത്തിൽ നിന്നെക്കാൾ സോദോമ്യരുടെ നാട്ടിന് സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് 3 ദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കോരസീൻ, പിന്നെന്താ പറയുന്നത്? ബെത്സയിദ, 3 കപ്പർന്നഹൂം. ഈ 3 സ്ഥലങ്ങളെക്കുറിച്ച് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ നടന്ന വീരപ്രവൃത്തി സോദോമിൽ നടന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സോരന്റെ ദേശത്ത് നടന്നിരുന്നെങ്കിൽ അവരെന്നേ മാനസാന്തരപ്പെട്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഇതൊന്നും കിട്ടിയിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ 3 സ്ഥലങ്ങൾ, കോരസീൻ, ബെത്സയിദ, കപ്പർന്നഹൂം. കപ്പർന്നഹൂം എന്ന് പറയുന്നത് എന്തുവാ? യേശു കർത്താവ് ജീവിച്ച സ്ഥലമാണ്. യേശു ക്രിസ്തുവിന്റെ ഹോം ടൗൺ കപ്പർന്നഹൂം, കേട്ടോ. ഈ സ്ഥലങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ ഇവരാരും കർത്താവിനോട് എതിര് നിന്നില്ല. അവനെ ക്രൂശിക്കാൻ പോയില്ല, അവനെ കല്ലെറിഞ്ഞില്ല, അവനോട് നെഗറ്റീവായി പ്രതികരിച്ചില്ല. പക്ഷെ എന്താണ് അവരുടെ പാപം? അവനെ അവഗണിച്ചു എന്നുള്ളതാണ് പാപം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യേശു ക്രിസ്തുവിനെ അവഗണിച്ചു. ഇന്നും പ്രിയമുള്ളവരെ, ഈ കപ്പർന്നഹൂം എന്ന് പറയുന്നത് ഈ ദേശങ്ങൾ, നിങ്ങൾ ആരെങ്കിലും ഇസ്രായേലിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ 3 ദേശങ്ങൾ നിങ്ങളൊന്ന് ചോദിക്കണം. ഈ 3 ദേശം ഒന്ന് കാണിച്ചു തരാൻ പറയണേ. അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും യാതൊരു പ്രയോജനവുമില്ലാത്ത, തലമുറകളായി, വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഒരു പ്രയോജനമില്ലാത്ത 3 ദേശമായത്. ഇന്നും, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇന്നും. അതിന്റെ കാരണം എന്നാ? യേശു ക്രിസ്തുവിനെ അവഗണിച്ച സ്ഥലം. അവരെതിരെ നിന്നില്ല, അവർ പ്രശ്നം ഉണ്ടാക്കിയില്ല, ക്രൂശിക്കുക എന്ന് പറഞ്ഞില്ല. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചത്? അവർ യേശു ക്രിസ്തുവിനെ അവഗണിച്ചു. അവഗണന. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഇന്ന് യേശു ക്രിസ്തുവിന്റെ സ്വന്തം സ്ഥലങ്ങൾ എന്ന് പറയത്തക്ക വിധത്തിൽ അനേക സ്ഥലങ്ങളുണ്ട്. ഒരു കാലത്ത് വചനം പ്രസംഗിക്കപ്പെട്ട, യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് നടന്ന സ്ഥലങ്ങൾ ഇന്ന് അത് വിജനമായി കിടക്കുന്നതിന്റെ കാരണം, ആളുകൾ വരാത്തതിന്റെ കാരണം ഒറ്റ കാര്യം, അവഗണന. ക്രിസ്തു അല്ലാതെ ബാക്കിയെല്ലാം ഉണ്ട്. നമുക്ക് പരിപാടിയുണ്ട്, പ്രോഗ്രാമുണ്ട്, ആരാധനയുണ്ട്, കൂട്ടമുണ്ട്, സകലതുമുണ്ട്, ക്രിസ്തുവില്ല. അങ്ങനെയുള്ള ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് ക്രിസ്തു പറഞ്ഞത്, കല്ലിന്റെ മേല് കല്ല് ശേഷിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ വലിയ ഒരു ശാസന ഒരു കൂട്ടർക്ക്. അതിന് ഉദാഹരണമായി കോരസീൻ, ബെത്സയിദ, കപ്പർന്നഹൂം. എന്നാൽ അതുപോലെ തന്നെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയാണ്, ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതെ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എന്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതും ഇല്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് പറയാ, ഈ വലിയ പുള്ളികളുണ്ടല്ലോ, കോരസീനിലും ബെത്സയിദയിലും കപ്പർന്നഹൂമിലൊക്കെ ഉണ്ടായിരുന്ന വലിയ പുള്ളികൾ, അവർക്കെല്ലാം അറിയാം. പക്ഷെ അവരിൽ നിന്ന് നീ ഇത് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇന്നും അങ്ങനെ പ്രിയമുള്ളവരെ, വലിയ ജ്ഞാനികളും വലിയ പണ്ഡിതന്മാരും വലിയ പുള്ളികളും എന്നൊക്കെ പറയുന്ന പല ആളുകളുടെ മുമ്പിൽ ഈ സുവിശേഷം എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുക. എന്നാൽ സാധാരണക്കാരും
ശിശുക്കളെ പോലെ ഹൃദയമുള്ളവരോടും കർത്താവ് തൻ്റെ ഹിതത്തെയും തൻ്റെ സ്നേഹത്തെയും തന്നെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹി ഈസ് റിവീലിംഗ് ഹിംസെൽഫ് ടു ബേബ്സ്, ശിശുക്കളോട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ ഇവരെ പോലെ ആകാതെ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കത്തില്ല. എൻ്റെ വലിയ ജ്ഞാനവും എൻ്റെ വലിയ പരിപാടിയും കൊണ്ട് ഞാൻ കർത്താവിൻ്റെ ഇടയ്ക്കൽ വന്നാൽ ഇതൊന്നും ചെലവായി പോകത്തില്ല. ഞാനൊരു ശിശുവിനെ പോലെ കർത്താവിൽ ആശ്രയിച്ച് മാത്രമേ. ഇന്നും അങ്ങനെ പ്രിയമുള്ളവരെ, ചില കപ്പർന്നഹൂമുകളുണ്ട്, പക്ഷെ അവൻ കർത്താവിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാം ഉണ്ട് അവിടെ, സകല പരിപാടികളുണ്ട്, പക്ഷെ അവർ കർത്താവിനെ അവഗണിക്കുന്ന ഒരു അവസ്ഥ നാം കാണുന്നു. എന്നിട്ട് പിന്നെ യേശു കർത്താവ് താനും തൻ്റെ പിതാവും തമ്മിലുള്ള ബന്ധം എന്തോ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യവുമില്ല. പിന്നെന്താ പറയുന്നത്, പിതാവിനെ ഞാൻ അറിയുന്നത് പോലെ ആരും അറിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പിന്നെ പറയുന്നത് എന്താ, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെന്താ പറയുന്നത്, ഈ പിതാവിനെ പുത്രൻ അറിയുന്നത് പോലെ വേറെ ആരും അറിയുന്നില്ല, പുത്രനെ പിതാവ് അറിയുന്ന പോലെ വേറെ ആരും അറിയുന്നില്ല. എന്നാൽ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പുത്രനിലേക്ക് വരുന്നവരെല്ലാം പിതാവിനെയും അറിയുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അത് പുത്രനിലൂടെയാണ്, യേശുക്രിസ്തുവിലൂടെ. അല്ലാതെ ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് കർത്താവ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അവസാനത്തെ ഭാഗം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സ്റ്റഡി നിർത്താം. യേശുക്രിസ്തു ഇതെല്ലാം പറഞ്ഞ്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞ് എല്ലാം പറഞ്ഞു തീരുമ്പോൾ കർത്താവ് പറയുക, അവസാനം ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. എന്താ ഇൻവിറ്റേഷൻ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും, ചിലരെന്നല്ല പറയുന്നത്, ഒരു സിലക്ട് ഗ്രൂപ്പ് എന്നല്ല പറയുന്നത്, ഇന്ന മതസ്ഥർ എന്നല്ല പറയുന്നത്, ഇന്ന ജാതിക്കാർ എന്ന് പറയുന്നില്ല, ഇന്ന കൂട്ടരെന്ന് പറയുന്നില്ല, എല്ലാവരും വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. അവസാനം കർത്താവ് ഒരു ഇൻവിറ്റേഷൻ പാസ് ചെയ്യുക. എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും. ഇന്ന് ഈ വചനം കേൾക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഭാരത്തിലാണോ? ഭാരം താങ്ങാൻ വയ്യ, ജീവിതത്തിൻ്റെ ഭാരം താങ്ങാൻ വയ്യ, അങ്ങനെ ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് കർത്താവിൻ്റെ വാക്കുകൾ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഭാരം ചുമക്കുന്നവരാണെങ്കിൽ അവൻ്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ വാ. ഒരു കണ്ടീഷനുമില്ല, നോ കണ്ടീഷൻ. നിങ്ങൾ ഇന്നതെല്ലാം ചെയ്തേച്ച് വരാനല്ല പറഞ്ഞത്, യു കം. നിങ്ങൾ 10,000 പടികൾ കയറിച്ച് നിങ്ങളിങ്ങനെ വരാനല്ല പറഞ്ഞത്, നിങ്ങളിങ്ങി വാ. നിങ്ങൾ പോയി 4 മെഴുതിരി കത്തിച്ച് വരാനല്ല പറഞ്ഞത്, നിങ്ങളിങ്ങി വാ. യു കം ആസ് യു ആർ. അധ്വാനത്തെ, നിങ്ങളുടെ ചുമടും എല്ലാം എടുത്ത് നിങ്ങൾ കൊണ്ടുപോവാ. ഞാൻ പിൽഗ്രിംസ് പ്രോഗ്രസിന്റെ കാര്യം, പരദേശി മോശയാത്രയിലെ അവസാനത്തെ സീനിൽ ഈ പിൽഗ്രിം പരദേശി വലിയ പാണ്ടക്കെട്ടെടുത്ത് ഭാരപ്പെട്ട് നേരെ അവസാനം ക്രൂശിന്റെ ചൂട്ടിൽ വരുന്ന സീനുണ്ട്. ഞാൻ എപ്പോഴും പറയും, പരദേശി മോശയാത്ര നിങ്ങൾ വായിക്കണം കേട്ടോ. അവിടെ വന്നു കഴിയുമ്പോൾ ക്രൂശിന്റെ ചുവട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് ഈ പാണ്ടക്കെട്ട് പൊട്ടി താഴേക്ക് ഉരുണ്ട് പോകുന്ന ഒരു സീനുണ്ട്. ഇത്രയും നാൾ കൊണ്ടുവന്ന ഭാരം ഒറ്റ നിമിഷം കൊണ്ട് പോയി. അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങൾ ഭാരം ചുമക്കുന്നവരാ, നിങ്ങൾ എൻ്റെ അടുക്ക വരിക, നിങ്ങൾ എൻ്റെ അടുക്ക വരിക. എന്നിട്ട് കർത്താവ് പറയാ, എനിക്കൊരു നുകമുണ്ട്. ഈ നുകത്തിന്റെ പ്രത്യേകത എന്നാ? 2 മൃഗത്തെ ഒരുമിച്ച് പൂട്ടുന്ന അനുഭവമാണ് ഈ നുകത്തിന്റെ കാര്യം കർത്താവ് പറയുന്നത്. അതായത് 2 കാളകളെ ഒരുമിച്ച് പൂട്ടും. കർത്താവ് പറയുക, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, എൻ്റെ നുകം ഞാൻ നിങ്ങളുടെ മേൽ വെക്കാം എന്ന് പറഞ്ഞാൽ ജീവിതം എളുപ്പമാവുന്നല്ല കർത്താവ് പറഞ്ഞത് കേട്ടോ. അത് തെറ്റിദ്ധരിക്കരുത്. പലരും ചിലപ്പോൾ ഈ വാക്യം വായിച്ചു പറയും, കർത്താവിനോട് ചേരുമ്പോഴത്തേക്ക് ജീവിതം അങ്ങ് എളുപ്പമായി. ജീവിതം പ്രയാസമുള്ളതാന്നേ, അതിനകത്ത് വേറെ വഴിയൊന്നുമില്ല. ജീവിതത്തിനകത്ത് അതിൻ്റെ ഭാരങ്ങൾ, ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഉണ്ട്. കുടുംബം നയിക്കണം, ജോലി ചെയ്യണം, പണം ഉണ്ടാക്കണം, അയച്ചു കൊടുക്കണം, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗം. അതല്ല കർത്താവ് പറഞ്ഞത്. അതിൻ്റെ നടുവിലുള്ള ഒരു വിശ്രമമുണ്ട്. എന്തുവാണെന്നറിയാമോ? യേശുക്രിസ്തുവിലുള്ള വിശ്രമം. അതായത് കാറ്റും കോളും ഒക്കെ അടിക്കുമ്പോൾ പടകിനകത്ത് കിടന്ന് ഉറങ്ങുന്ന അനുഭവം, മുമ്പേ നമ്മൾ പഠിച്ചതുപോലെ. പറഞ്ഞു മനസ്സിലായോ? അതനുഭവിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യണം.
യേശു ക്രിസ്തു പോകുന്ന സ്പീഡിൽ പോകണം. രണ്ട് കാളകളെ ഒരുമിച്ച് പൂട്ടിയാൽ ഒരുത്തന് കൂടുതൽ സ്പീഡും ഒരുത്തന് കുറവ് സ്പീഡും പറ്റത്തില്ല. ഇപ്പൊ കർത്താവ് പറയാ, ഭാരമൊക്കെ ഞാൻ ചുമന്നോളാം, നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങ് പോരെ. പറഞ്ഞു മനസ്സിലായോ? ഭാരം ഞാൻ ചുമന്നോളാം, നിങ്ങൾ എൻ്റെ കൂടെ പോരെ. അതുകൊണ്ട് കർത്താവ്, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ചിലര് കർത്താവിന്റെ പഠിപ്പിക്കലൊക്കെ കേട്ടിട്ട് പറഞ്ഞു ഇത് കഠിന വാക്കുകൾ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇതൊക്കെ കഠിന വാക്കുകൾ. പ്രയാസം എന്ന് തോന്നും അല്ലെ, ഇടുക്കമുള്ള വഴിയാണ്, പ്രയാസമേറിയ വഴിയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയാം, കർത്താവിന്റെ വഴി പോലെ നമ്മുടെ ഭാരങ്ങളെ മാറ്റുന്ന ഒരു വഴി വേറെ ഇല്ല. കർത്താവിന്റെ വഴി ഒന്ന് നോക്കി, ഈ ലോകത്തിന്റെ പുറയിൽ പോയി കഴിഞ്ഞാൽ ഈ ഭാരം ഒന്നും ഇല്ലെന്നാണോ പറയുന്നത്? ഷോ, യോഹന്നാൻ സ്നാപകന്റെ തലയാ പോകുന്നത്, ഭയങ്കര പ്രശ്നമാ. പക്ഷെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം, പൗലോസും ശീലാസും ഇതുപോലെ തന്നെ കാരാഗ്രഹത്തിൽ കടന്നപ്പോഴേ അവര് കാരാഗ്രഹത്തിൽ ഇരുന്ന് പാടിയെന്നാ പറഞ്ഞത്. അതിന്റെ കാരണം എന്നാ? കാരാഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ക്രിസ്തുവിന്റെ മുഖം ചുമക്കാൻ അവർ തീരുമാനിച്ചത് കൊണ്ടാണ്. മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് അവന്റെ മുഖം ഏറ്റുവാങ്ങിയാൽ, പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും വഹിക്കുവാനുള്ള അകത്തുള്ള ഇന്നർ റെസ്റ്റ് ഫോർ ദ സോൾ, നമ്മുടെ ആത്മാവിന്റെ ശാന്തിക്കും, നമ്മുടെ ആത്മാവിന്റെ. അതുകൊണ്ട് ഇന്ന് കർത്താവ് പറയുക, നിങ്ങൾ ഈ ലോകത്തിന്റെ നുകം ചുമക്കുന്നു. നിങ്ങൾ പറയുന്നു, ഓ കർത്താവിന്റെ പുറകെ പോയി ആ നുകം ഒന്നും ചുമക്കാൻ എനിക്ക് പറ്റത്തില്ല, ഭയങ്കര പ്രയാസമുള്ള. കർത്താവ് പറയാം, നിങ്ങളൊന്ന് വാ, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ്. നിങ്ങൾ ഈ ലോകത്തിന്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ ലോകത്തിന്റെ ഭാരങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് നിങ്ങൾ തളർന്നു പോത്തേ ഉള്ളൂ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഓൾ. എന്നാൽ എത്രയോ എത്രയോ ഒരു എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് അവൻ്റെ നുകത്തിന്റെ പുറകിൽ പോകാം. ചിലപ്പോൾ ആ നുകം എടുക്കാതെ മറ്റെല്ലാ നുകവും എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. ഇന്ന് ആ നുകം താത്തുവെച്ച് കർത്താവിന്റെ ഇൻവിറ്റേഷൻ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, യു കം. എന്നെ ശ്രദ്ധിക്കുന്ന ആരും, യു കം ടു ജീസസ്, യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക്. ഒന്ന് സമറൈസ് ചെയ്യട്ടെ. ഒന്ന്, സംശയമുള്ളപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന്, യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് തന്നെ കൊണ്ടു ചെല്ലണം, വേറെങ്ങും പോകരുത്. രണ്ട്, ഫോക്കസ് ഓൺ വാട്ട് ദ ലോർഡ് ഇസ് ഡൂയിങ്. കർത്താവ് എന്ത് ചെയ്യാത്തതിലല്ല നമ്മുടെ ഫോക്കസ് ആയിരിക്കേണ്ടത്, കർത്താവ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ട്, യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, അവൻ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ജീവിത ശൈലി എനിക്കുണ്ടാകണം. അപ്പോൾ ദൈവസന്നിധിയിൽ വലിയവനാകുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. യോഹന്നാന്റെ ജീവിതശൈലി നമ്മൾ നോക്കുമ്പോൾ അവന്റെ സകല മേഖലകളിലും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ്, അത് നമ്മൾ പാലിക്കാൻ നമ്മൾ മറക്കരുത്. അവസാനം കർത്താവ് പറയുക, ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വാ, യു കം. നിങ്ങൾ ആ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ല്, ദ ലോഡ് വിൽ ബിക്കം മച്ച് മോർ ലൈറ്റർ. അതുകൊണ്ട് ഇന്ന് പ്രിയമുള്ളവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഭാരത്തോടെ, പ്രയാസത്തോടെ, ജീവിതത്തിൽ ഭാരം താങ്ങി 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 മടുത്തു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വാ. അവൻ്റെ നുകം ലഘുവാണ്. ഇറ്റ്സ് വെരി ലൈറ്റ്, വെരി ലൈറ്റ്. അതിനുള്ള കൃപയും അവൻ നമുക്ക് തരും. അങ്ങനെ നമ്മൾ 11ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം ജീവനുള്ള വചനം. കർത്താവെ, അങ്ങയുടെ നുകം ലഘുവായ നുകം, ആ നുകത്തിന്റെ കീഴിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ലോകത്തിന്റെ നുകം ഞങ്ങളെ തകർത്ത് കളയുന്ന നുകമാണ്. ആദ്യം കാണുമ്പോൾ വലിയ എളുപ്പമാണ്, നല്ലതാണെന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ടെങ്കിലും ആ നുകത്തിന്റെ കീഴിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തകർന്നു പോകും. എന്നാൽ കർത്താവെ, നിന്റെ കൂടെ ഞങ്ങൾ സഞ്ചരിച്ചാൽ ഏത് നുകവും ഏത് പ്രയാസവും കർത്താവെ നേരിടുവാനുള്ള ശക്തി നിന്റെ പക്കൽ ഉണ്ടല്ലോ. ആ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാൻ, ആ നുകത്തിൽ നിന്ന് മാറി മാറി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് ആ നുകത്തിന്റെ കീഴിലേക്ക് വരുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മൃദു ആയ, ആ ലഘുവായ, സൗമ്യമായ ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റഡി അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ആർക്കെങ്കിലും പ്രയാസമേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവെ, അവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ആശ്വാസദായകൻ യേശു വിളിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കർത്താവെ അങ്ങയുടെ അടുക്കിലേക്ക് ഓടി വരുന്നു. യാതൊരു ക്രൈറ്റീരിയയും ഇല്ലാതെ, യാതൊരു വ്യവസ്ഥയും കൂടാതെ കർത്താവ് ഞങ്ങളെ വിളിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇന്ന് രാവിലെ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.